തീർച്ചയായിട്ടും മതേതര മുന്നണിയാണ് ഇന്ത്യ നിലനിൽക്കുന്നത്. വയനാട്ടിൽ നിങ്ങൾ CPI-ക്കൊപ്പമോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു നിങ്ങളെങ്കിൽ നിങ്ങളുടെ കൊടി ഇന്നലെ വയനാട്ടിൽ പാറി പറക്കില്ലായിരുന്നു സാറേ. ഇന്ത്യയുടെ പ്രശ്നം എന്ന് പറഞ്ഞാല് കൊടിയല്ല പ്രശ്നം. നിലവിലുള്ള ഇന്ത്യ നിലനിൽക്കണമോ എന്നതാണ് ഇന്ത്യയിൽ ഓരോ വോട്ടും ചോദിക്കുന്നത്. അതിനാണ് പ്രസക്തി, അതാണ് ഇന്ത്യയുടെ ആവശ്യം. അത് ജയിച്ചിരിക്കും UDF. അപ്പൊ നോക്കൂ, മറുപടി പറഞ്ഞോ. എനിക്ക് പ്രിയപ്പെട്ട സഖാവിനോട് ചോദിക്കാനുള്ളത്, ഇന്ത്യൻ പൗരത്വത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കപിൽ സിബൽ കപിൽ സിബൽ ശശി തരൂർ ശക്തമായി പ്രതികരിച്ചത് കണ്ടതാണ്. ശക്തമായ വോട്ട് 80 വോട്ടുകൾ കോൺഗ്രസ് അവിടെ ചെയ്തു. കോൺഗ്രസ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് കോൺഗ്രസ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണ്. RSS BJP വളർന്നാലും കോൺഗ്രസ് വളരാൻ പാടില്ല എന്ന ഒരു മട്ടാണ് CPM-നുള്ളത്. മറ്റൊന്ന്, അപ്പൊ എന്റെ സംശയം, നമ്മുടെ ഇന്ന് പുറത്തിറക്കിയ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഈ പൗരത്വ നിയമ ഭേദഗതി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദു ചെയ്യുമെന്നത് കാണാൻ നിങ്ങളുടെ മനസ്സ് ആഗ്രഹിച്ചിരുന്നില്ലേ? അധികാരത്തിൽ വന്നതിന് ശേഷം തീരുമാനിക്കും. അത് പ്രകടന പത്രിക കാണേണ്ടിയിരുന്നില്ലേ? പ്രകടന പത്രിക കാണേണ്ടിയിരുന്നോ? അല്ല, എന്റെ സംശയത്തുള്ളൂ. നോക്കൂ, CPM-ന്റെ പ്രകടന പത്രികയിൽ പൗരത്വ നിയമ ഭേദഗതി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദു ചെയ്യുമെന്ന് പറയുന്നു. കോൺഗ്രസിന്റെ കാര്യത്തിൽ അവർ നിശബ്ദരായിരിക്കുന്നു. എന്തും പറയാമല്ലോ അല്ലെ? ഇവിടെ CPM-ന്റെ പ്രകടന പത്രികയില് CPM അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ CA നടപ്പിലാക്കില്ല എന്ന് പറയുന്നു. ആകപ്പാടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ കുറച്ച് കാര്യങ്ങൾ തെരിയുണ്ടായിരുന്നു. ഈ പ്രാവശ്യം പറയട്ടെ ഇപ്രാവശ്യം 70-ൽ താഴെ 63 ആണെന്നാണ് എന്റെ ഒരു 63 സീറ്റിൽ 545-ൽ വെറും 63-ിടത്ത് മത്സരിച്ച ഇവരാണ് പറയുന്നത് ഇന്ത്യ ഭരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടുത്ത പ്രധാനമന്ത്രി യെച്ചൂരി ആവുന്നു. എന്റെ ചോദ്യം ചോദ്യം വളരെ കൃത്യമാണ്. ഇവിടെ സഖാക്കളെ ഇന്ത്യ അലയൻസിനെ കുറിച്ച് വലിയ രീതിയിൽ വാചാലരാകുന്നത് നമ്മൾ കണ്ടു. ഇന്ത്യ അലയൻസിന്റെ കോർഡിനേഷൻ കമ്മിറ്റിയിലേക്ക് 2 അംഗങ്ങളെ കൊടുക്കാൻ മനസ്സില്ലാത്തവന്മാര് വലിയ രീതിയിൽ വലിയ വായിൽ വർത്താനം പറയാൻ കോർഡിനേഷൻ കമ്മിറ്റിയിൽ എന്തുകൊണ്ട് CPM ഇല്ല? അതാണ് ചോദ്യം. മറുപടി കേട്ടിട്ട് വരാം. ഈ റൗണ്ടിലെ മറുപടികൾ കൂട്ടി നോക്കൂ. താങ്കളോടുള്ള ചോദ്യം അടക്കമാണ്. നേരത്തെ നമ്മൾ ചോദിച്ച ചോദ്യം തന്നെയാണ് ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കൊടിയുടെ ചോദ്യമുണ്ട്, ഒപ്പം പ്രകടന പത്രികയിൽ CA ഇല്ലാത്തതുമുണ്ട്. ചുരുക്കിയ മറുപടി. ആദ്യം നേരത്തെ റൗണ്ടിൽ BJP-യുടെ പ്രതിനിധിയും CPM-ന്റെ പ്രതിനിധിയും പറഞ്ഞ വിഷയത്തിൽ ഒരു പരാമർശം. ഒന്ന് അരുൺ പറഞ്ഞു BJP-യുടെ പ്രതിനിധിയോട് ഇവിടുത്തെ മുസ്ലിങ്ങൾ മുഴുവൻ BJP-ക്ക് എതിരാണ്, ഇവിടുത്തെ ക്രിസ്ത്യാനികൾ മുഴുവൻ BJP-ക്ക് എതിരാണ്, അവിടെ നിർത്തണ്ട, ഇവിടുത്തെ സനാതന ഹിന്ദുക്കളും BJP-ക്ക് എതിരാണ്, യഥാർത്ഥ ഹിന്ദു സമൂഹം BJP-ക്ക് എതിരാണ്. അതിൽ നിന്ന് ഈ കേരളത്തിൽ അവർക്ക് കാല് കുത്താൻ അവസരം കൊടുക്കാതെ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ കൂടി BJP വിരുദ്ധ മനസ്സിനോടൊപ്പം ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ടാണ് എന്ന് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തൊന്ന്, നിങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, മൗലാന ആസാദ് ഫെലോഷിപ്പ് എന്തിനാണ് നിർത്തലാക്കിയത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. ഈ ചാനൽ ചർച്ച ഇരിക്കുന്നവരൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത ചർച്ച ഒന്ന് കേൾക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അവർ പറഞ്ഞ മറുപടി, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ മാത്രം ഒഴിവാക്കിയതിനെ കുറിച്ച് ഞങ്ങൾക്ക് ന്യായമുണ്ട്, ആ ന്യായം എന്താണെന്ന് പറഞ്ഞില്ല എന്ന് പറയട്ടെ. അത് ചോദിക്കുമ്പോൾ എൻ്റെ അഫ്സൽ മൈക്കെടുത്ത് ചോദിക്കും അതെന്താ ന്യായം, ഇവർക്ക് നടപ്പിലാക്കുക, ഇവിടെ പുറത്താക്കിയതാണല്ലോ, അപ്പൊ അത് പറയാന്നുള്ളതിലേക്ക് അതെന്താ ന്യായം എന്ന് ഇയാൾ അന്വേഷിക്കുകയാണ്. ഞാൻ പറയുന്നത്, ഞാനൊന്ന് പറയട്ടെ അഫ്സലെ, പറയട്ടെ. ഞാൻ ഈ റൗണ്ടിലും ചോദിക്കുന്ന ഒരു ചോദ്യം, 49 പിന്നോക്ക വിഭാഗങ്ങളിൽ 47 പേർക്ക് കെടാവിളക്കിലൂടെ ഞങ്ങൾ സ്കോളർഷിപ്പ് കൊടുക്കാമെന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ, കെടാവിളക്ക് കെട്ടില്ല, അത് ആളി കത്തണം കേരളത്തിൽ. കാരണം എന്താണെന്നറിയോ, ഇവിടുത്തെ പാവപ്പെട്ട ക്രൈസ്തവ സമൂഹത്തിന്റെ കുട്ടികളോട് നിങ്ങൾക്ക് തരില്ല എന്ന് പറയാ CPM. ഇവിടുത്തെ മുസ്ലിം കുട്ടികളോട് പറയാ നിങ്ങൾക്ക് തരില്ല, ബാക്കി 47 പേർക്ക് കൊടുക്കുമെന്ന് പറയുമ്പോ അത് എന്തുകൊണ്ടെന്ന് പറയുന്ന ഉത്തരവാദിത്വം ഇവർക്കുണ്ട്. BJP പറയുന്ന ഉത്തരം തന്നെയാണോ CPM-ന്റെ ഉത്തരം? ഇവർക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. 2 സമുദായത്തെ മാത്രം മാറ്റാൻ എന്ത് താല്പര്യമാണ് CPM ഉണ്ടായത്? BJP-യുടെ താല്പര്യം ഞങ്ങൾക്ക് മനസ്സിലാവും, അത് വർഗീയമാണ്. CPM-ന്റെ താല്പര്യം എന്താണ്? വർഗീയം തന്നെയാണോ? അതല്ലാത്ത ഉത്തരമുണ്ടോ? അഫ്സൽ പറയണം, ആവർത്തിച്ച് പറയണം. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ ഇവിടെ ചോദിച്ച ചോദ്യങ്ങളിൽ ഇവിടെ പിന്നെ ലീഗിന്റെ സ്ഥാനാർത്ഥികൾ ചിഹ്നം ഒഴിവാക്കുന്നല്ല, പിന്നെ കൊടി ഒഴിവാക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ ഈ കൊടി ഒഴിവാക്കുന്ന സഖാവിനോടൊക്കെ പറയുന്നത്
പറയുന്നത് വടകരയിൽ മണ്ടോടിക്കണ്ണൻ എന്നൊരു സഖാവ് ഉണ്ടായിരുന്നു. പുസ്തകം വായിക്കുമ്പോൾ ഒന്ന് വായിക്കണം. പോലീസിനെ മർദ്ദനമേറ്റ് സ്റ്റേഷനിൽ വീണ് കിടക്കുമ്പോൾ ആ രക്തമെടുത്ത് കൈകൊണ്ട് ആ ചുമരിലൊരു കാര്യം എഴുതി. എന്താണെന്നറിയോ? അരിവാൾ ചുറ്റിക നക്ഷത്രം എന്നാ എഴുതി വെച്ചത്. അത് വിറ്റവരാ ഞങ്ങളെ കൊടി എവിടെയെന്ന് പ്രേമം കാണിച്ച് ചോദിക്കുന്നത്. അത് ഓർമ്മ ഉണ്ടായാൽ മതി. പിന്നെ ഇവിടെ അടുത്ത കാലത്തെ കാണുന്ന ഒരു സ്വഭാവമുണ്ട്. ലീഗിനെ കുറിച്ച് പി ജയരാജൻ നല്ലത് പറയാം. അപ്പൊ ഞങ്ങൾ ഇ പി ജയരാജൻ, അപ്പൊ ഞങ്ങൾക്ക് ഇ പി ജയരാജൻ അല്ലേ? അപ്പൊ അവിടുന്ന് എറണാകുളത്ത് നിന്ന് പി രാജീവ്, അല്ല ലീഗ് ഭയങ്കര സംഭവമാണ് അവര്. അവസാനം മുഖ്യമന്ത്രി പറയാ ലീഗിന്റെ കൊടി അങ്ങനെ മാറ്റി വെക്കേണ്ട കൊടി ഒന്നല്ല. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ രാഷ്ട്രീയത്തെ കുറിച്ച്. അതിന് CPM നേതാക്കന്മാരെ സർട്ടിഫിക്കറ്റ് വേണ്ട. പിന്നെ വയനാട്ടിൽ എന്താ ലീഗിന്റെ കൊടി ഇല്ലാഞ്ഞെന്നാ? UDF ലീഗ് മാത്രമല്ല, ലീഗ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, CMP, ഞങ്ങൾ പല പാർട്ടികളുണ്ട്. ഒരാളും രാഹുൽ ഗാന്ധിയുടെ ജാഥയിൽ കൊടി പിടിച്ചില്ലെന്നേ. അത് ഞങ്ങൾ നിലപാടുണ്ട്. രാഹുൽ ഗാന്ധി ലീഗിന്റെയോ കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ മാത്രം സ്ഥാനാർത്ഥികളല്ല. ആനി രാജയുടെ നേതാവാണ് ഇന്ത്യ കേരളം വിട്ട രാഹുൽ ഗാന്ധി. ആനി രാജയുടെ നേതാവാണ് രാഹുൽ ഗാന്ധി. ഈ അഫ്സല് കേരളത്തിന് ആണെന്ന് പറയട്ടെ. പറയട്ടെ, ഈ അഫ്സലിനും ഇപ്പൊ പ്രവർത്തിക്കുന്ന ഘടകം കേരളമാണ്. അഫ്സലിന്റെ പാർട്ടിയുടെ ദേശീയ ഘടകം ഉണ്ട്. നാളെ എങ്ങാനും അഫ്സലിന്റെ ദേശീയ ഘടകത്തിൽ ഇട്ടാൽ രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യം വിളിക്കേണ്ട ആളാണ്. ഇവിടെ വന്നിരുന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ പറയുന്നത്. ഞങ്ങൾ പറയുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യം. വേറെ കാര്യം കൂടി ഉണ്ടോ? നവാസിനെ ദേശീയ ഘടകത്തിൽ ഇട്ടാലേ യെച്ചൂരിക്ക് താങ്കൾ അഭിവാദ്യം വിളിക്കേണ്ടി വരും. ഞാൻ പറയുന്നു യെച്ചൂരിക്ക് അഭിവാദ്യം വിളിക്കാൻ PK നവാസിന് ഒരു മടിയില്ല. ഇന്ത്യ മുന്നണിക്ക് അകത്താണെങ്കിൽ, അല്ല അകത്തുമല്ല പുറത്തുമല്ല, രണ്ടു പാലും കാല് വെക്കുകയാണെങ്കിൽ സൗകര്യമില്ല വിളിക്കാൻ.